ആളാകെ മാറിപ്പോയല്ലോ. വല്ലാതെ. 5-6 ദിവസമായിട്ട് സ്കൈപ്പിലും കണ്ടില്ല. ബിസി അല്ലേ? ലച്ചു എവിടെ? അവള് വന്നിട്ടില്ല. പരീക്ഷയാ. എൻ്റെ ഒരു കൊളീഗിനെ പറ്റി പറഞ്ഞിട്ടില്ലേ, ജിമ്മി? അയാളുടെ മോള് അവളുടെ സ്കൂളിലാ. ആ വീട്ടിലാക്കി. വെൽക്കം ടു അയർലൻഡ്. എല്ലാം പാക്ക് ചെയ്യാനുള്ള സമയമുള്ളൂ. 2-ാം തീയതിയാ. തൽക്കാലം 1 വർഷത്തെ ലോങ് ലീവിന് എഴുതി കൊടുക്കാം. ബാക്കി പിന്നെ ആലോചിക്കാം. രാജീവ്, 6-ാം തീയതിയാ ആ മാരേജ് ഫംഗ്ഷൻ. അറിയാം. പക്ഷേ ആരൊക്കെയോ സഹായിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്? അവരെ ഏൽപ്പിച്ചാ പോരെ? അത് കഴിഞ്ഞാലും എനിക്കിവിടെ ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ലോണിന്റെ കാര്യമാണെങ്കിൽ അത് ഞാൻ സെറ്റിൽ ചെയ്തോളാം. ഇപ്പൊ എനിക്കത് അഫോർഡ് ചെയ്യാം. അവിടെ ക്ലൈമറ്റും ഫുഡും ഒരു പ്രശ്നം തന്നെയാണ്. ലച്ചുവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ പലതും എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അതവളെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കാൻ ജോലിക്കാരെ വെക്കാന്ന് വെച്ചാൽ 50,000-വും 60,000 ഒക്കെയാണ് അവിടെ അവർക്ക് ശമ്പളം. പോകുന്നതിന് മുമ്പ് അമ്മയെ വീട്ടുജോലിക്കാരിയെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അല്ലേ? അതും അഫോർഡ് ചെയ്യാമായിരുന്നെങ്കിൽ ഇങ്ങനൊരു സർപ്രൈസ് വിസിറ്റ് ഉണ്ടാകുമായിരുന്നോ? വലിയ വലിയ കാര്യങ്ങൾക്കിടയിൽ അതൊക്കെ മോശമാണെന്ന് തോന്നി തുടങ്ങിയോ മാഡത്തിന്? ഇല്ല, പക്ഷേ 3 നേരം അത് മാത്രം ചെയ്താൽ ഭർത്താവിന് ബോറടിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ മാറി ചിന്തിക്കണമല്ലോ ഏതു ഭാര്യയും. അതാണ് ഇൻസ്പിറേഷൻ. എന്തോ ചെയ്തു തുടങ്ങിയെന്നൊരു തോന്നൽ ആദ്യമായിട്ടുണ്ടാവുകയാണ് ലൈഫിൽ. എനിക്ക് മാത്രമല്ല, എൻ്റെ വാക്ക് വിശ്വസിച്ച് നിൽക്കുന്ന രാജീവ് സഹായികളെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്കും. അതിനിടയിൽ എവിടെ പെടും ഭർത്താവും മകളും? അതും അറിയണമല്ലോ. തരുന്ന വില 1% കുറയാതെ തിരികെ കിട്ടുന്നത് എവിടെയോ അവിടെ. ഹാപ്പിലി മാരീഡ് എന്ന വാക്ക് ഭർത്താവിന്റെ മാത്രം അവകാശമല്ല. ഒരാൾ മാത്രം ആഗ്രഹങ്ങൾ വേണ്ടാന്ന് വെക്കുന്ന ഇടം എന്നതല്ല അതിന്റെ ഡെഫിനിഷൻ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എനിക്കും പറയാനുണ്ടാവും രാജീവ്. അതെന്നെ സംബന്ധിക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ച്. ലച്ചു, അമ്മയ്ക്ക് നമ്മുടെ കൂടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അമ്മ വരുന്നില്ല. ഇവിടുത്തെ കമ്മിറ്റ്മെന്റ്സ് അവളെക്കാളും വലുതാണെന്ന് പറഞ്ഞേക്ക്. ലച്ചു മോളെ, ലച്ചു, എന്റെ ആ ഫംഗ്ഷനെ പറ്റി നിനക്കറിയാമല്ലോ. നീ കരയാതെ. ഞാൻ വരാം. ഞാൻ വരാം.
പിന്നെ സംഘം ചേർന്ന് വരണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഒന്നര ഏക്കർ ഫാം. എന്താ നമ്പൂരി? താങ്ക് യു. ഇനിയും 6 ദിവസം ബാക്കിയുണ്ടെങ്കിലും ഇപ്പോഴേ എനിക്ക് ധൈര്യമായിട്ട് പറയാം. താങ്ക് യു. കല്യാണത്തിന് നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം, എന്റെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട്. ഇവരുണ്ടാവും. ഞാൻ മറ്റന്നാൾ അയർലൻഡിലേക്ക് പോവുകയാണ് ഹസ്ബൻഡിന്റെ കൂടെ. ഓ, പക്ഷെ സാറ് വരീടാവണ്ട. 5-ാം തീയതി രാവിലെ 10 മണിക്ക് മുമ്പ് പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കും. അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടേ ഞാൻ പോവും. മിനിസ്റ്റർ ഇന്നലെ സൂചിപ്പിച്ച കാര്യം ഈസ് വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. ഞാൻ സംസാരിച്ചിരുന്നു. ആദ്യം ഒരു ക്ലീനിങ് അപ്പ്. എല്ലാ ജില്ലകളിലെയും വെജിറ്റബിൾ മാർക്കറ്റ്സിലും ഗോഡൌണുകളിലും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡ് ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് രാവിലെ മുതൽ. മിനിസ്റ്ററുടെ ഡയറക്റ്റ് ഓർഡറാണ്. പക്ഷേ അതുമാത്രം പോരല്ലോ, അല്ലേ? മാരേജ് ഭംഗിയാവും, അതെന്റെ പേഴ്സണൽ ലക്ക്. പക്ഷേ എല്ലാ മലയാളിക്കും കിട്ടാമായിരുന്ന അതിനേക്കാൾ വലിയ ഭാഗ്യം. മുമ്പിൽ നിൽക്കാൻ ഒരാളില്ലാത്തതുകൊണ്ട് ഇല്ലാതായി പോകുമോന്ന ഇപ്പോഴത്തെ പേടി. എനിവേ, ഓൾ ദി ബെസ്റ്റ്. അവസാനത്തെ ചായ അല്ലേ? പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് തനിക്കൊരു ഗിഫ്റ്റ് പോലും വാങ്ങാൻ പറ്റിയില്ല. പിന്നെ ചിലർക്ക് കാശിന് ടൈറ്റായിരുന്നു. അത് ഈ പിള്ളേരുടെ സ്കൂളൊക്കെ തുറക്കുന്നോണ്ട്. പക്ഷേ ഈ ചായയുടെ പൈസ ഞാൻ കൊടുക്കും. മറുത്തൊന്നും പറയരുതേ, അതെങ്കിൽ എനിക്ക് ചെയ്തേ പറ്റൂ. പക്ഷെ ഞാനൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. മനുഷ്യന് മനസ്സിലാവാത്ത വല്ല പുസ്തകമായിരിക്കും. ലച്ചു പ്രസിഡന്റിനോട് ചോദിച്ച ആ ചോദ്യം. ആ സ്കൂളിൽ പഠിക്കുന്ന ചില കുട്ടികളെ എനിക്കറിയാം. അവര് പറഞ്ഞതാണ്